أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ ഒരു വ്രതം അനുഷ്ഠിക്കാനും രണ്ടാമത്തെ വ്രതത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ചു കൂടാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നാം അനുഷ്ഠിച്ച വ്രതം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വ്രതമനുഷ്ഠിച്ച മനുഷ്യൻ തന്നെ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജ്ഹുഹു അനിൻ നാരി 70 ഖരീഫ. 70 വർഷത്തെ ഒരു മനുഷ്യന്റെ വഴിദൂരം നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുമെന്നാണ്. വിശ്വാസികളായ നമ്മുടെയൊക്കെ മനസ്സിൽ റമദാൻ വന്നപ്പോൾ ഒരു മാറ്റവും ജീവിതത്തിൽ ഒന്നുകൂടി സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ ഉണ്ടായി എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെയൊന്നും കാര്യമായ ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ അള്ളാഹുവിനെ പേടിക്കാതെ പരലോകത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും വിശുദ്ധമായ വ്രതമനുഷ്ഠിക്കാനും നമസ്കാരത്തിൻ്റെയും ആരാധനകളുടെയും ഒക്കെ കാര്യം ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നത് വലിയ അനുഗ്രഹമാണ്. ഇനി വിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഒരു മാസത്തെ നമുക്ക് ലഭിച്ച് ഒരു വ്രതമനുഷ്ഠിച്ച് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതില്ലാതാകാൻ വേണ്ടിയുള്ള പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കാനാണ്.
റമദാൻ എന്ന പദത്തിന്റെ ഒരർത്ഥം കരിച്ചു കളയുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരാണ്, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. തെറ്റ് ചെയ്യാത്തവർ ലോകത്തില്ല. കുല്ലു ഇബ്നു ആദം ഖത്വാഊൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ, ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഉത്തമർ തൗബ ചെയ്യുന്നവരാണ്. താബ എന്ന് പറഞ്ഞാൽ മടക്കം എന്നതാണ്, അതായത് ശരിയായ വഴിയിലേക്കുള്ള മടക്കമാണ്. നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള വഴി സ്വീകരിച്ച ആളുകൾ ഉണ്ടാകും. പൂർണ്ണമായി അക്രമത്തിന്റെയും തെറ്റിന്റെയും വഴി സ്വീകരിച്ച ആളുകൾ ഉണ്ടാകും. ശരിയായ വഴി ഏതാണ് എന്നറിഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ പോരായ്മകളും ന്യൂനതകളുമുള്ള മനുഷ്യന്മാരുണ്ടാകും. ആ ന്യൂനതകളുടെ, പോരായ്മകളുടെ, അക്രമങ്ങളുടെ, തെറ്റുകളെ, വഴികളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് യഥാർത്ഥത്തിലുള്ള വഴിയിലേക്കുള്ള തിരിച്ചുവരവാണ് തൗബ എന്നത്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നണം. എന്തിനാണ് നാം തൗബ ചെയ്യുന്നത്? എന്തിനാണ് നാം നല്ല മനുഷ്യരാകുന്നത്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവസരങ്ങൾ നൽകുന്നത്? നമുക്ക് പ്രായപൂർത്തി എത്തിയ പ്രായം മുതൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലം വരെ തൗബ എന്ന ഒരു അവസരം ഇല്ലായിരുന്നുവെങ്കിൽ, വിശുദ്ധ റമദാൻ എന്ന ശ്രേഷ്ഠകരമായ ഒരു മാസം ഇല്ലായിരുന്നുവെങ്കിൽ, നമുക്ക് തന്നെ നമ്മെക്കുറിച്ച് യാതൊരു മതിപ്പും ഉണ്ടാകുകയില്ല. കാരണം ആ പാപങ്ങളെല്ലാം അവിടെ കെട്ടിക്കടന്നതിന് ശേഷമാണ് പിന്നെ നന്മയുടെ വഴി നാം സ്വീകരിക്കുക. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം ഒരു മാസം നൽകുകയാണ്. അത് മനുഷ്യന് ശരിയാകാനുള്ളതാണ്. ശരിയാകുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ പ്രയോഗം ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എൻ്റെ പ്രിയപ്പെട്ട ദാസ, ഇബാദ്, അടിമേ. അല്ലാഹു തെറ്റ് ചെയ്ത മനുഷ്യനെ വിളിക്കുന്നത് അങ്ങനെയാണ്. നബിയെ നീ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ധാരാളമായി തെറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അടിമേ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് കേട്ടോ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്കൊരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ നമുക്ക് നിരാശയുണ്ടാകരുത്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നിരാശ തോന്നിയാൽ പിന്നെ മനുഷ്യൻ എന്താ ചെയ്യാ? പിന്നെയാണ് മറ്റു വഴികൾ സ്വീകരിക്കുക. ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകും, അത് ഇസ്ലാമിലില്ല. ചില ആളുകൾ ശിർക്കിന്റെ വഴികളിലേക്ക് പോകും. എന്റെ തെറ്റ് നേരിട്ട് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ മാത്രം യോഗ്യനല്ല, അതുകൊണ്ട് ചില വ്യക്തികളിലേക്ക്, ചില ശക്തികളിലേക്ക്, ചില ജാറങ്ങളിലേക്ക്, ചില മഖബറകളിലേക്ക് പോകാം. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. കാരണം ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവാൻ അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള കരുണ എന്നത് അള്ളാഹുവിന്റെ 100 കാരുണ്യത്തിന്റെ 1% കാരുണ്യത്തിൽ നിന്നാണ് ഈ ലോകത്ത് നടക്കുന്ന കരുണ മുഴുവൻ. ബാക്കി 99% അള്ളാഹുവിന്റെ അടുക്കലാണ്. അപ്പൊ നാം വിചാരിക്കുന്നതിനപ്പുറം കാരുണ്യവാനാണ് അള്ളാഹു. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. പ്രാർത്ഥിക്കുന്നതിന്റെ മുൻപ് നമ്മളോട് അള്ളാഹു നമ്മുടെ മനസ്സ് ശരിയാക്കാനാ പറയുന്നത്. ഒരിക്കലും എന്റെ തെറ്റല്ല പുറത്തു തരുമോ നിങ്ങൾ വിചാരിക്കരുത്, നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ആ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. പാപമോചനത്തിനുള്ള ഒരു സമയമാക്കി ഈ സമയത്തെ നാം മാറ്റണം എന്നതാണ്. അത് പ്രധാനമാണ്. അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ നമസ്കാരങ്ങളിൽ അങ്ങനെ കുറെ പദങ്ങളുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി, അതൊരു പാപമോചന പ്രാർത്ഥനയാണ്. റബ്ബി അഗ്ഫിർലി വറഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി, അവിടെയും പാപമോചന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലും പാപമോചന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിലും പാപമോചന പ്രാർത്ഥനയുണ്ട്. അപ്പോൾ പാപമോചന പ്രാർത്ഥന നാം പ്രാർത്ഥിക്കണം. സലാം വീട്ടിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പാപമോചന പ്രാർത്ഥനയാണ്.
ഇതിന് സമയം കണ്ടെത്തണം. നാം നമ്മെക്കുറിച്ച് ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ കുറിച്ച് ആലോചിക്കണം. ആ തെറ്റുകൾ അള്ളാഹുവിനോട് മാത്രം ഏറ്റു പറയണം, വേറൊരു മനുഷ്യനോട് പറയേണ്ട ആവശ്യമില്ല. അതാണ് റബ്ബിന്റെ കാരുണ്യം. ഇടയാളനില്ല. എവിടെയെങ്കിലും പതുക്കെ ചെന്ന് ഏതെങ്കിലും ഒരു പുരോഹിതനോട് പറഞ്ഞ് ആ പുരോഹിതൻ അള്ളാഹുവിലേക്ക് പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ മാനം, മനുഷ്യനോടുള്ള സ്നേഹം, അതാണ് ഇസ്ലാമിന്റെ ഒരു മഹത്വം. ആലോചിച്ച് നോക്കൂ. ഇടയാളനില്ല, ഒരാളോടും പറയണ്ട. ഒരാളറിയാം, ഒരു മഹല്ലിൽ ഇല്ല, ആരോടും പറയണ്ട. നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഇയാളോടൊന്ന് പറഞ്ഞാലോ, പറയരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നു. അള്ളാഹുവിന്റെ അടിമയുടെ അഭിമാനം ഒരു മനുഷ്യന്റെ മുന്നിൽ പണയം വെക്കുന്നത് ഇഷ്ടമല്ല. ആരോട് പറയാ? അള്ളാഹുവിനോട് പറയാം, അള്ളാഹിനോട് മാത്രം പറയാം, വേറെ ആരോടും പറയണ്ട. വേറെ ഒരു കേന്ദ്രങ്ങളിലേക്കും പോകേണ്ട, അള്ളാഹുവിനോട് മാത്രം. ആ റബ്ബിനത് പറയാൻ പണത്തിന്റെ ആവശ്യമില്ല. ആ റബ്ബിനത് സ്വീകരിക്കാൻ ഏത് തറവാട്ടിൽ ജനിച്ചതാണ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ആ റബ്ബിന്റെ അടുക്കൽ പ്രത്യേകമായ വിഐപികൾക്കൊരു ക്യൂ, അല്ലാത്ത ആളുകൾക്കൊരു ക്യൂ, അതിന്റെ ആവശ്യമില്ല. നമ്മള് ഹറമിലേക്കാണ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്യൂ ഉണ്ടോ? ഇല്ലല്ലോ. പണം വാങ്ങുന്നുണ്ടോ? ഇല്ല. ആരാണോ ആദ്യം ആ ഹറമിന്റെ ആ തവാഫ് ചെയ്യുന്നതിന്റെ കഅബയുടെ അടുത്തെത്തുന്നത്, അയാൾക്ക് അത്രയും അടുത്തെത്താം. പക്ഷെ വ്യത്യാസമല്ല. ഈ മതത്തിന്റെ മാനവികത എത്ര വലുതാണ്. പക്ഷെ നമ്മൾ പറയണം, ചോദിക്കണം. നമ്മൾ അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു സംസാരം കൊണ്ട് കാര്യമില്ല. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ ഖുർആൻ അതാ പറയുന്നു. ബഹുദൈവ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു, അത് പാപമോചനം നടത്താത്ത ആളുകൾക്ക് അതിന് ശിക്ഷയുണ്ട്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. ബഹുദൈവ വിശ്വാസത്തിൽ ഏർപ്പെട്ട മനുഷ്യന്മാർ, വ്യഭിചാരത്തിൽ ഏർപ്പെട്ട മനുഷ്യന്മാർ, കൊലപാതകത്തിൽ ഏർപ്പെട്ട മനുഷ്യന്മാർ, അവർക്ക് ഇരട്ടിയായി അള്ളാഹു ശിക്ഷ നൽകുകയും വയഖ്ലുദു ഫീഹി മുഹാനാ, നിന്ദ്യമായ നരകത്തിലേക്ക് ആ മനുഷ്യർ പ്രവേശിക്കുകയും ചെയ്യും. ആരൊഴികെ? ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. ഇല്ലാമൻ താബ, തൗബ ചെയ്തവനൊഴികെ. തൗബ ചെയ്തവന്റേതില്ല, അവന് കുറ്റമില്ല. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. തൗബ ചെയ്യുകയും പിന്നീട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത ആളുകൾ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറൻ റഹീമാ. ആ തൗബ ചെയ്ത മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകളുണ്ടല്ലോ, ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റി കൊടുക്കും. തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും. ആരാ പറയുന്നത്? അല്ലാഹു പറയുന്നു. വമൻ താബ, ആരാണോ തൗബ ചെയ്യുന്നത്, ആരാണോ പാപമോചനം നടത്തുന്നത്, വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മത്താബാ. ആ മനുഷ്യന്റെ തൗബ, ആ മനുഷ്യന്റെ പാപമോചനം, അത് ശരിയായ പാപമോചനമാണോ, അല്ലാഹു അത് സ്വീകരിക്കും. തിന്മകളെ നന്മയാക്കി കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസും അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി അഅലമു ആഖിറു അഹ്ലുൽ ജന്നത്തി ദുഖൂലൽ ജന്ന വ ആഖിറു അഹ്ലൻ നാരി ഖുറൂജൻ മിൻഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. ആരെ? അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ, ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നു. വ ആഖിറു അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ, ഏറ്റവും അവസാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനെയും ഞാൻ അറിയുന്നു. ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് വരുന്നു. അയാൾ അവസാനം നരകത്തിൽ നിന്ന് പുറപ്പെട്ട് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് വരുന്നു. ആ മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യഅരിദു അലൈഹി സിഗാറ ദുനൂബിഹി വർഫഉ അൻഹു കിബാറഹാ. ആ മനുഷ്യന്റെ മുൻപിൽ അയാൾ ചെയ്ത ചെറിയ പാപങ്ങൾ പ്രദർശിപ്പിക്കുകയും വലിയ പാപങ്ങൾ അയാളിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുക. ചെറിയ പാപം ഈ മനുഷ്യന്റെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയും. ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങളൊക്കെ ഉയർത്താൻ വേണ്ടി പറയും. അത് പ്രദർശിപ്പിക്കേണ്ടതില്ല, ഉയർത്തിവിടാൻ വേണ്ടി പറയും. അങ്ങനെ ചെറിയ പാപങ്ങൾ പ്രദർശിപ്പിക്കും.
ഫയുഖാലു, ആ മനുഷ്യനോട് ചോദിക്കും, അമിൽത യൗമ കദാ വകദാ കദാ വകദാ. ആ മനുഷ്യനോട് ചോദിക്കും, ഇതൊക്കെ നീ ചെയ്ത പാപങ്ങളല്ലേ, ഇങ്ങനെയൊക്കെ പാപങ്ങൾ ചെയ്തില്ലേ? ഫയഖൂലു, ആ മനുഷ്യൻ പറയും, നഅം ലാ അസ്തതിഉ അൻ യുൻകിറ. അതെ, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഇതിനെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. വഹുവ മുസ്ഫിഖും മിൻ കിബാരി ദുനൂബിഹി അൻ തുഅറദ അലൈഹി. ആ മനുഷ്യന്റെ മനസ്സങ്ങനെ കിടുകിടാ വിറക്കുകയാണ്. കാരണം എന്താണ്? മിൻ കിബാരി ദുനൂബിഹി അൻ തുഅറദ അലൈഹി. വലിയ പാപങ്ങൾ ഇവിടെ വെച്ച് അല്ലാഹു പ്രദർശിപ്പിക്കുമോ എന്ന് ആലോചിച്ച ആ മനുഷ്യന്റെ മനസ്സ് വല്ലാത്ത പ്രയാസത്തിലാകും. അദ്ദേഹത്തോട് പറയും, ഫഇന്ന ലക മകാന കുല്ലി സയ്യിഅത്തിൻ ഹസന. നീ ചെയ്ത എല്ലാ തിന്മകളും ഞാൻ ഇവിടെ നന്മയാക്കി വെക്കുന്നു. അല്ലാഹു പറയുമോ മനുഷ്യനോട്, നീ ചെയ്ത തിന്മകളുണ്ടല്ലോ അതൊക്കെ ഞാൻ നന്മയാക്കിയിട്ടുണ്ട്. എന്താ കാരണം? പാപമോചനമാണ് കാരണം. ആ മനുഷ്യൻ പറയും, റബ്ബി, എന്റെ റബ്ബേ, ഖദ് അമിൽതു അസ്യാ ലാ അറാഹാ ഹുനാ. പടച്ചവനെ, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി, ഇത് ഇത്ര വരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ കണ്ടു. റഅയ്തു റസൂലല്ലാഹി ലഹിക ഹത്താ ബദത് നവാജിദുഹു. ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമല്ലോ, പടച്ചവനെ, ഞാൻ ഇങ്ങനെ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയും എന്ന് ഞങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ പ്രവാചകനെ നോക്കി, പ്രവാചകൻ അണപ്പല്ല് കാണുന്ന തരത്തിൽ ചിരിക്കുകയാണ്. എന്താ? മനുഷ്യൻ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തതിലുള്ള സന്തോഷം. പ്രതീക്ഷയാണ് റമദാൻ, നിരാശയല്ല. നിരാശയുള്ള മനുഷ്യരെ എങ്ങനെയും പറ്റിക്കാം. നിരാശയുള്ള മനുഷ്യരെയാണ് ലോകത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുരോഹിതന്മാരുണ്ടാകും, അല്ലാത്ത മനുഷ്യന്മാരുണ്ടാകും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നാ പറയാം. പക്ഷെ അവർക്കൊക്കെ വേണ്ടത് പണമായിരിക്കും, അവർക്കൊക്കെ വേണ്ടത് സ്ത്രീകളുടെ അഭിമാനമായിരിക്കും. അള്ളാഹുവിന് മനുഷ്യന്റെ മനസ്സിലെ തേട്ടമാണ് വേണ്ടത്. ആ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പുറത്തു കൊടുക്കും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ. അല്ലാഹുമ്മ അഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഗ്ഫിർ ലി, എനിക്ക് നീ പുറത്തു തരണം റബ്ബേ. ദംബി കുല്ലഹു, എന്റെ എല്ലാ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണം റബ്ബേ. ദിഖഹു വജില്ലഹു, ആ പാപങ്ങളിൽ നിസ്സാരമായ പാപം, വജില്ലഹു, ആ പാപങ്ങളിൽ വലിയ പാപവും. ആരാണിത് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ. പ്രവാചകൻ വലിയ പാപം ചെയ്തിട്ടാണ്. പ്രവാചകൻ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സുജൂദിൽ പ്രാർത്ഥിക്കാൻ, ദിഖഹു വജില്ലഹു, വളരെ നിസ്സാരമായ പാപം, വലിയ പാപവും. വഅവ്വലഹു വആഖിറഹു, ആ പാപത്തിന്റെ ആദ്യവും ആ പാപത്തിന്റെ അവസാനവും. അങ്ങനെ ഉണ്ടാവും. ചില പാപങ്ങളൊക്കെ എന്നോ സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ നമ്മൾ കുറെ ഉഷാറായിട്ടുണ്ടാവും, പക്ഷെ അതും വന്നിട്ട് വിടാൻ കഴിയില്ല. അത് കഴിയില്ല, പക്ഷെ വിടണം. നമ്മളൊരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ അതൊന്ന് വിടും. അങ്ങനെയുള്ള പാപങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടത്. റബ്ബിന്റെ മുൻപിൽ എന്നെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രയാസപ്പെടുന്ന കാര്യം എന്തായിരിക്കും? നമുക്ക് തന്നെ അറിയാം. അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ റമദാനിൽ ഒഴിവാക്കി ശീലിച്ചാൽ പിന്നെ നമുക്ക് ഒഴിവാക്കാം. ദിഖഹു വജില്ലഹു, നിസാരമായ പാപവും, വഅവ്വലഹു വആഖിറഹു, ആ പാപത്തിന്റെ തുടക്കവും ആ പാപത്തിന്റെ അവസാനവും. ചില പാപങ്ങളൊക്കെ അങ്ങനെ തുടർന്നു പോകും. അതിന് പല കാരണങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബ സാഹചര്യം ഒരു പക്ഷെ അങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. നമ്മുടെ സൗഹൃദ വലയം അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു കൂടെ 1000 കൊല്ലൊന്നും ആയുസ് തന്നിട്ടില്ല, വളരെ കുറച്ചേ തന്നിട്ടുള്ളൂ. എല്ലാവരാലും ഒപ്പിക്കപ്പെട്ടും എല്ലാവർക്കും പറ്റിയ രൂപത്തിലും ഒന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനുള്ള ആയുസ് ഇവിടെ അല്ല. ഒരു 500 കൊല്ലമൊക്കെ ഉണ്ടെങ്കിൽ നോക്കേനി. ഇവിടെ കറക്റ്റാണ് ജീവിക്കുക. നമ്മൾ നമ്മുടെ വഴിയിലാണ് ജീവിക്കുക. അത്ര കാലവും കുറച്ച് സമയം. അവിടെ ആരുടെ ഇഷ്ടമുണ്ട്, ആരുടെ വെറുപ്പുണ്ട് എന്നതൊന്നും ഒരു തിന്മയുടെ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. അപ്പോ നമ്മുടെ പാപത്തിന്റെ തുടക്കവും അവസാനവും ഒഴിവാക്കണം. ആ പാപങ്ങളിൽ പരസ്യമായ പാപങ്ങളും ആ പാപങ്ങളിൽ രഹസ്യമായ പാപങ്ങളും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം റബ്ബേ. പരസ്യമായ പാപം നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ രഹസ്യമായത് നമുക്ക് മാത്രമേ അറിയൂ.
നമുക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ അള്ളാഹിനോട് ശരിയായ രൂപത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നത് ഈ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം നാം നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ വ്രതം അള്ളാഹു സ്വീകരിക്കണോ എങ്കിൽ നിർബന്ധമായി നാം ചെയ്യേണ്ടത് എല്ലാ മനുഷ്യരുമായും നല്ല ബന്ധവും നല്ല സൗഹൃദവും നാം സ്ഥാപിക്കണം. അതായത് ഒരാളോടും പിണങ്ങാനോ, ഒരാളോട് തെറ്റാനോ, ഒരാളോട് വിദ്വേഷം പുലർത്താനോ, ഒരാളോട് പകവെച്ച് നടക്കാനോ നമുക്ക് പാടില്ല. ഡിസ്റ്റൻസുകളൊക്കെ ചില ആളുകൾക്കനുസരിച്ച് ഒരു പക്ഷെ കീപ്പ് ചെയ്യേണ്ടി വരും. അതെന്തിനാ? നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനാ, തെറ്റലല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകളുമായി കൊണ്ട് അങ്ങനെ അത്രത്തോളം നടക്കില്ല, കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റലല്ല, അത് സൂക്ഷ്മതയാണ്. ചില സംസാരങ്ങൾ, ചില സമീപനങ്ങൾ ഒക്കെ മതവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമായ കാര്യങ്ങൾ ഉണ്ടാകും. തെറ്റാൻ പറ്റൂല, പിണങ്ങാൻ പറ്റൂല, ബന്ധം മുറിക്കാൻ പറ്റൂല. പക്ഷെ ചില ആളുകളെങ്കിലും സമൂഹത്തിൽ അങ്ങനെയുണ്ട്. സ്വന്തം പിതാവിനോട് പിണങ്ങിയ മനുഷ്യന്മാരുണ്ട്, സ്വന്തം മാതാവിനോട് പിണങ്ങിക്കൊണ്ട് കഴിയുന്നവരുണ്ട്, ഭർത്താവിന്റെ പിതാവിനോടും മാതാവിനോടും തെറ്റി നടക്കുന്നവരുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഏറെ ബന്ധം പുലർത്തേണ്ട ഒരാളാണ്. ഔറത്ത് ആരുടെ മുൻപിലൊക്കെ പ്രദർശിപ്പിക്കാം, നമ്മുടെ ഈ തലമുടിയും കയ്യൊക്കെ, അതിലൊന്ന് ഭർത്താവിന്റെ പിതാവ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ല ബന്ധാണത്. ജ്യേഷ്ഠനനിയന്മാർ തെറ്റിയ ആളുകൾ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മയ്യത്ത് പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഏറ്റവും മനസ്സാന്നിധ്യത്തോടെ അവിടെ ഉണ്ടാകുക സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയല് ഓലക്കണ്ട് മുന്നിക്ക് കയറിക്കി എന്ന് പറയണത്. എന്താ? നമ്മൾ അങ്ങനെ പറയുന്ന അത്രത്തോളം ബന്ധ. നമ്മൾ തെറ്റാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല. ചെറിയ ചെറിയ കാരണങ്ങളാകാം, ഈഗോ ആകാം പ്രധാനപ്പെട്ട കാരണം. ആരാദ്യം മിണ്ടണം, ആരാദ്യം തെറ്റണം എന്നുള്ളതൊക്കെ. ഒരു സഹോദരൻ ഒരാളോട് സംസാരിച്ചത് അദ്ദേഹം സൂചിപ്പിച്ചത്, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പിണക്കമാണ്. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? പ്രശ്നമൊക്കെ ഇപ്പൊ ഞാൻ മറന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പ്രശ്നം എന്താന്ന് തന്നെ അറിയില്ല. അപ്പൊ എന്തങ്ങനെ തെറ്റിപ്പോയി, ഇപ്പൊ അത് മറന്നുകണ്. ഈ പിണക്കവും തെറ്റും ഇസ്ലാം എതിർത്തതാണ്. അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു ആ നോമ്പ് സ്വീകരിക്കൂല. നമ്മുടെ കർമ്മങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. അള്ളാഹു ചെറിയ തെറ്റുകൾ ചെയ്ത ആളുകളുടെ കർമ്മങ്ങൾ വരെ അള്ളാഹു സ്വീകരിക്കും. എന്നാൽ അള്ളാഹു പറയും, ഉത്റുകു ഹാദൈനി, ഈ രണ്ട് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക, ഹത്താ യസ്തലിഹ, അവർ നന്നായി വരട്ടെ. റമളാനിലൊരു നമ്മുടെ കർമ്മങ്ങളൊക്കെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഉറപ്പിക്കണം, എനിക്ക് ആരോടും വിരോധങ്ങളില്ല, ഞാൻ ആരോടും തെറ്റിയിട്ടില്ല, ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അയാൾ എന്നോട് മിണ്ടണില്ല എന്നാൽ ചിലവല്ല പരാതി, മിണ്ടണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറയാം. നമ്മുടെ ബാധ്യത തീർന്നു, നമ്മുടെ ബാധ്യത തീർന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ച്, എന്റെ അടുത്ത് സംഭവിച്ചതാണ്, അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് സലാം പറഞ്ഞാൽ അത് തിരിച്ചു മടക്കാത്തവർ, അവനോടുമായി സന്ധിയിൽ ഏർപ്പെടാത്തവർ, അലാ ഉഖ്ബിറുക്കും ബിശ്റാറിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവരിൽ ഒരു വിഭാഗം അവരാണ്. ആര്? ഒരു മനുഷ്യൻ ഒരാൾക്ക് വന്നുകാണ്ട് സലാം പറഞ്ഞ് മിണ്ടാൻ ശ്രമിക്കുമ്പോ, ബന്ധം പുതുക്കാൻ ശ്രമിക്കുമ്പോ അതിന് തയ്യാറാകാത്ത മനുഷ്യന്മാർക്ക് വലിയ ഗൗരവമുള്ള ശിക്ഷയാണ് അള്ളാഹുവിൽ നിന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. ബനുൽ മുസ്തലഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ യുദ്ധത്തിൽ, എല്ലാ യുദ്ധങ്ങളിലും യുദ്ധമുതലുകൾ പെറുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഏൽപ്പിക്കാറുണ്ട്. ആ യുദ്ധത്തിൽ യുദ്ധമുതലുകൾ പെറുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും പിന്നിലുണ്ടാകുക. അതേ യുദ്ധത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാലയും നഷ്ടപ്പെട്ടു. അപ്പൊ ബീവിയാണ്, ആയിഷ ബീവിയാണ്, പക്ഷെ അവർക്കറിയില്ല ഈ മാല എവിടെയാണ് ഉള്ളത്. നമ്മളെ നാട്ടിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, അങ്ങനെയുള്ള അവകാശപ്പെടാറില്ല. പക്ഷെ ആ മാല ഒട്ടകം കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ മാല ഇങ്ങനെ അന്വേഷിച്ചു പോയി, കുറച്ച് വൈകി എത്തിയത്. അപ്പൊ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ യുദ്ധഭൂമിയിൽ വെച്ച് കണ്ടു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വയം ഒട്ടകപ്പുറത്ത് കയറി, സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിന്റെ താഴെ നിന്ന് അദ്ദേഹം അവരൊന്നിച്ചു വരികയാണ്. ഇത് കണ്ട ഉടനെ മദീനയിലെ മുനാഫിഖീങ്ങൾ അവരെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു വരത്തി. ഒരു മാസത്തോളം അത് നിലനിന്നു. കുറെ ആളുകൾ അത് വിശ്വസിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മോളെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാപ്പിരുന്നോ എന്ന് പോലും പറഞ്ഞു.
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട്, പ്രവാചകർ ഈ നാട്ടിൽ വെറും സ്ത്രീകളില്ലേ, വേറെയും നിങ്ങൾക്കൊരു വിവാഹം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വലിയതാണ് ഹദീസുൽ ഇഫ്ക് എന്ന് പറയുന്ന സംഭവം, വലിയൊരു ഹദീസ്, അപവാദത്തിന്റെ കഥ. പക്ഷേ 30 ദിവസത്തിന് ശേഷം വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ കുറെ മുനാഫിഖീങ്ങളുണ്ട്. ചില ആളുകളൊക്കെ തെറ്റിദ്ധാരണ കാരണം, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ വ്യഭിചാരോപണമൊന്നും ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയരുത്. വലിയ കുറ്റമാണ് ഇസ്ലാമിൽ ഒരാളുടെ അഭിമാനത്തിൽ ക്ഷതേൽക്കുക എന്നുള്ളത്. ഇസ്ലാമിക നിയമമുള്ള സ്ഥലങ്ങളിൽ പോലും 4 സാക്ഷികൾ വേണതിന്. ഒരാൾ പോരാ, 2 ആൾ പോരാ, 3 ആൾ പോരാ, 4 ആൾ. എന്താ അത്ര അഭിമാനമാണ് ഒരു മനുഷ്യന്റെ. പക്ഷെ ഇത് പറയുന്നത് വലിയ കുറ്റമാണ്. ഇസ്ലാമിക ലോകത്ത് വലിയ കുറ്റമാണ് വ്യഭിചാരോപണം പറയുക. അപ്പൊ അവർക്കുള്ള ശിക്ഷ വിധിച്ചു. കൂട്ടത്തിൽ മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹം അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോ പറയാൻ വേണ്ടി കൂടി കൊടുത്ത ഒരാളാണ്. അപ്പൊ ഈ പേര് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ വിഷമമായി. കാരണം ഈ മിസ്തഹ് എന്ന സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ്, അതോടുകൂടെ തന്നെ സാധുവുമാണ്, പാവപ്പെട്ട ആളാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, മിസ്തഹിന് ഇനി മുതൽ ഞാൻ ചെലവിന് കൊടുക്കൂല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അടിക്കാനും കൊല്ലാനും കണക്കോക്കാനും ഒന്നും പോയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അത് പറഞ്ഞു. പക്ഷേ വിശുദ്ധ ഖുർആനിലെ അടുത്ത ആയത്തിറങ്ങി. ആദ്യം ആരാണ് എന്ന ആയത്തിറങ്ങി. രണ്ടാമതിറങ്ങുന്നത് വലായഅ്തലിഉൽ ഫളി മിൻകും വസ്സഅതി അൻ യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരായ ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠരായ ആളുകൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോട്, പാവപ്പെട്ട മനുഷ്യന്മാരോട്, മുഹാജിരീങ്ങളായ ആളുകളോട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മുഹാജിരീങ്ങളായ ആളുകളുടെ വന്ന കാര്യത്തിൽ അവർക്ക് ഇനി ഞങ്ങളൊന്നും നൽകുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. അതാണ്, അങ്ങനെ നിങ്ങൾ ശപഥം ചെയ്യരുത്. വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, നിങ്ങൾ പുറത്തു കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളൊക്കെ ചില തെറ്റുകൾ ചെയ്ത് 2 കൈകളും നീട്ടി മനസ്സിൽ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോ, നിങ്ങൾ ചെയ്ത തെറ്റ് അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങൾ പുറത്തു കൊടുക്കുക. ഖുർആനിലൊരു ആയത്താണിത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ലേ? അതുകൊണ്ട് പുറത്തു കൊടുക്കുക. രണ്ടാമത്തേത് അതാണ്, വിട്ടുകൊടുക്കണം, പുറത്തു കൊടുക്കണം, മിണ്ടണം. നമ്മൾ മിണ്ടണം. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, പലപ്പോഴും ബന്ധങ്ങൾ തെറ്റുന്നതൊക്കെ എന്തിന്റെ പേരില? നമുക്ക് പറ്റുന്നില്ല എന്നതിന്റെ പേരില പല ബന്ധങ്ങളും തെറ്റുന്നത്. ഇസ്ലാമിൽ പോലും ചില സംഗതികൾ നിഷിദ്ധാവൂല, പക്ഷെ നമുക്ക് പറ്റണില്ല. നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഒരു പക്ഷെ നമ്മൾ അതിലേറെ പറഞ്ഞിട്ടുണ്ടാവും, അയാൾ കേട്ടിട്ടില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യരാണ്, നമുക്ക് കുറച്ചൊക്കെ, പ്രത്യേകിച്ചും കുറച്ച് സൗകര്യങ്ങളും കുറച്ച് സമ്പത്തും, അതുകൊണ്ടാണല്ലോ ഖുർആനും പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആര് കുറച്ച് സമ്പത്തും ശ്രേഷ്ഠതയുമുള്ള ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായ പാവങ്ങളും സാധുക്കളും ഒക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഇനി ബന്ധമല്ല എന്ന് അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ്. അപ്പോ നമുക്ക് സൗകര്യങ്ങളും സമ്പത്തും അതുപോലെ അധികാരമൊക്കെ കൂടുന്തോറും കുറച്ചും കൂടി ഒരു ഈഗോ കൂടാൻ സാധ്യതയുണ്ട്. ചെയ്യാൻ പാടില്ല. നമ്മളതൊരു ശരിയല്ല, അത് ഇസ്ലാമികമല്ല എന്ന രൂപത്തിൽ തന്നെ അത് പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും ഈ വിശുദ്ധ റമദാനിൽ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.